ഇന്ന് കുട്ടികളിലെ മഞ്ഞപ്പിത്തം കാരണം വൈദ്യൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് ടി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തത്തിന് ചികിത്സകൾ അധികം വേണ്ട ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നാട്ടിലെല്ലാവരും കൂടിയിട്ട് ഈ ചികിത്സ എടുക്കുന്നത് വളരെ സങ്കീർണ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു മരുന്ന് വെള്ളം കുടിച്ച് മാറേണ്ട അസുഖത്തിന് ഇവർ നേരെ പോയിട്ട് ഒരു വൈദ്യരെടുത്ത് പോകും. അപ്പോൾ പല മഞ്ഞപ്പിത്തങ്ങളും വൈദ്യർ കാണേണ്ട അസുഖങ്ങളല്ല, താനേ മാറുന്ന അസുഖങ്ങളല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈദ്യർ കാണുന്ന അസുഖങ്ങൾ താനേ മാറുന്ന അസുഖങ്ങളായിരിക്കും. അപ്പോൾ ഈ ഇന്നലെ എൻ്റെ അടുത്ത് വന്നവർ പരിശോധിക്കാൻ വന്നൊരു കുട്ടി, ആ കുട്ടീനെ ഞാൻ മഞ്ഞപ്പിത്തം കണ്ടുപിടിച്ചു. പക്ഷേ ആ മഞ്ഞപ്പിത്തം ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമല്ല, രക്തം പൊടിഞ്ഞു പോകുന്ന മഞ്ഞപ്പിത്തമാണ്. പക്ഷെ അവരെന്നോട് വന്ന് പറഞ്ഞ വിഷമം, സാറേ ഞാൻ ഈ കാര്യങ്ങൾ ഉണ്ടായി, ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് ഇത് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അയൽവാസിയായിട്ടൊരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു നാട്ടിലൊരു വൈദ്യനുണ്ട്, ആ വൈദ്യനെ പോയി കണ്ടു കഴിഞ്ഞാൽ അസുഖം മാറും, മഞ്ഞപ്പിത്തങ്ങളെല്ലാം മാറ്റും എന്ന് പറഞ്ഞു. അവരെ ആ മഞ്ഞപ്പിത്തം ചികിത്സിക്കുന്ന വൈദ്യരെടുത്ത് പോയി. വൈദ്യരെന്തോ മരുന്ന് കൊടുത്തു, കുട്ടിയുടെ മഞ്ഞ കൂടി. അപ്പോൾ എല്ലാ മഞ്ഞപ്പിത്തവും ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമല്ല, രക്തം പൊടി, ആ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ രക്തം പൊടിഞ്ഞ് പോകുന്ന മഞ്ഞപ്പിത്തങ്ങളായിരുന്നു. അപ്പോൾ എല്ലാ മഞ്ഞപ്പിത്തത്തിനും പോയിട്ട് വൈദ്യരെ കാണിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ചികിത്സ എടുത്തു കഴിഞ്ഞ് കൃത്യരീതിയിൽ അത് അസുഖത്തെ മനസ്സിലാക്കി ചികിത്സ എടുക്കുക, അല്ലാതെ ഒരു വൈദ്യരെ അടുത്ത് പോകുന്നതല്ല അതിൻ്റെ ശരി. ഓക്കെ.